ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഗുലാബ് ജാമുന് പകരക്കാരൻ വേണമെങ്കിൽ നമുക്കിത് പറയാം. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ തയ്യാറാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് തയ്യാറാക്കണം എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും ഈസി ആയിട്ട് വെറും 2-3 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്നും മറക്കാതെ ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്വീറ്റ്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബണ്ണാണ്. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ബർഗറിൻ്റെ ഷേപ്പിലുള്ള ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലാതെ സാൻഡ്വിച്ചിൻ്റെ ടൈപ്പിലുള്ളതും കേക്കിൻ്റെ ടൈപ്പിലൊക്കെ ഉള്ളതുണ്ട്, അത് ഏതായാലും മതിയാവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ ശരി, നമുക്കിത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ബണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു 30 സെക്കൻഡ് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരുപാട് സമയമൊന്നും പിന്നെ നമ്മൾ ഇട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓയിലൊന്നും പിടിക്കില്ല, അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എണ്ണയുടെ ചൂട് കുറഞ്ഞാൽ മാത്രമേ ഇത് ഓയിൽ വലിച്ചെടുക്കുള്ളൂ. അതിൻ്റെ പേരിലാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ബണ്ണെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ നല്ലൊരു മണമെല്ലാം ഇതിലുണ്ടാവും. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. 1 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണിത്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഏലക്ക പൊടിച്ച് സൂക്ഷിക്കുന്നതെന്ന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടേക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏലക്കയുടെ മണവും നെയ്യിൻ്റെ മണവും പ്രത്യേകിച്ച് ഈ ക്യാരറ്റൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ സിറപ്പിന് വരുന്നത്. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ സിറപ്പും തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ ഇത്രയും മതിയാവും. നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബണ്ണ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ സിറപ്പ് കൂടി ചേർക്കാം അതിന് മുകളിലായിട്ട്. അപ്പോൾ ഈ ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന ഈ ബണ്ണിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് കൂടി ചേർക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല. കുറച്ച് നട്ട്സ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുമ്പോഴത്തേക്കും എത്രത്തോളം ടേസ്റ്റിയാണോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ സ്വീറ്റൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.